നിങ്ങൾക്കത് അറിയാം. പക്ഷെ നിങ്ങൾ അറിഞ്ഞു വെച്ചുകൊണ്ട് തിരിച്ചു പഞ്ചായത്തേക്ക് ഇട്ട് ഗോളടിക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ ആ ഒരു പോയിന്റ് കൂടി നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. അതല്ലാണ്ട് ഞാൻ പറഞ്ഞ ഈ കാര്യമാണ്. അതായത് നിങ്ങൾക്കറിയാതെ കറക്റ്റ് നിയമപ്രകാരം ഇങ്ങനെയുള്ള ദുരിത പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ പരീക്ഷ ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ടാങ്കർ വെള്ളം കൊണ്ടുപോകാൻ കഴിയും. അതല്ലേ പോയിന്റ്. അതായത് വാട്ടർ ടാങ്കുകളിൽ നിങ്ങൾ അറേഞ്ച് ചെയ്ത് തന്നെ വെള്ളം കൊടുക്കാം. പകരം ഞങ്ങളുടെ സംവിധാനം ഉപയോഗിച്ച് എത്രയും പെട്ടെന്ന് ഇതിൽ പകരം സംവിധാനം ഉണ്ടാക്കാം. പഞ്ചായത്ത് മെമ്പറായിട്ട് വീട്ടിരിക്കുമ്പോഴേ 10 പേര് കാണാൻ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പൊ ആരും രണ്ടുപേരും അടുക്കള വഴി വെളിയിൽ കടക്കുള്ളൂ. കാര്യം വീട് വെച്ച് വെച്ച് കൊടുക്കാൻ പറ്റ കൊടുക്കാൻ ഇത് കൊടുക്കാൻ വെള്ളം കൊടുക്കാൻ മാനം കൊടുക്കാൻ ഇതാണ് ഊട് വഴി വെളിയിൽ കടയാണ്. ഇതാണ് അവസ്ഥ. കിട്ടുന്നില്ല, സൊല്യൂഷൻ കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞ എത്ര സ്ഥലത്ത് വെള്ളം പൊട്ടിപ്പോണം. ഒരു സ്ഥലത്ത് എവിടെയൊക്കെ വിളിച്ചിട്ട് എവിടെ ശരിയാക്കിയിട്ടില്ല. കടയ്ക്കാവൂർ ശാർക്കര ചിറയൻകീഴ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു. ചിറയൻകീഴ്, ശാർക്കര, കടയ്ക്കാവൂർ മേഖലകളിൽ കുടിവെള്ളം ലഭ്യമാക്കാത്തതിനെ തുടർന്നാണ് ഉപരോധ സമരം സംഘടിപ്പിച്ചത്. ഞങ്ങൾക്ക് വാട്ടർ ടാങ്കുകൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ടാങ്കുകളില്ല. പകരം സംവിധാനം ഞങ്ങൾ ആലോചിക്കാം. അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാം. ആ നോട്ടം കൂടെ എഴുതണം. അല്ലാതെ നിങ്ങൾ ആ ബോർഡ് തിരിച്ച് ഞാൻ അടിക്കണ്ട. അല്ലെങ്കിൽ വേറെ തന്നെ പോയിരിക്കും. അതായത് നിങ്ങൾക്ക് ഇപ്പോ വെള്ളം തരാൻ നിങ്ങൾ തയ്യാറാണ്. പകരം ടാങ്കറുകൾ അറേഞ്ച് ചെയ്യാൻ പഞ്ചായത്തുകൾക്ക് കൊടുക്കാം. അതിന്റെ കൂടെ നിങ്ങൾ കൂടെ എഴുതണം. അതായത് ഞങ്ങള് ഇവിടെ വാട്ടർ ടാങ്കുകൾ പോലുള്ള വാഹനങ്ങളും ഞങ്ങൾക്കില്ല. പകരം സംവിധാനം ഞങ്ങൾ ഒരുക്കാൻ ശ്രമിക്കും എന്ന് പറഞ്ഞിട്ട് അല്ലാതെ നിങ്ങൾ ഞങ്ങൾ അടുത്ത ബോർഡ് തിരിച്ച് ഞാൻ കളിക്കണ്ട. നിങ്ങള് നിയമപ്രകാരം ഒരു സ്ഥലത്ത് ദുരിതമാകുമ്പോൾ അതായത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മാത്രമേ ആ ഫണ്ട് ഉപയോഗിച്ച് വെള്ളം കൊണ്ടുപോകാൻ കഴിയൂ. ആ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്കത് അറിയാം. പക്ഷെ നിങ്ങൾ അറിഞ്ഞു വെച്ചുകൊണ്ട് തിരിച്ചു പഞ്ചായത്തേക്ക് ഇട്ട് ഗോളടിക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ ആ ഒരു പോയിന്റ് കൂടി നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. അതല്ലാണ്ട് ഞാൻ പറഞ്ഞ ഈ കാര്യമാണ്. അതായത് നിങ്ങൾക്കറിയാതെ കറക്റ്റ് നിയമപ്രകാരം ഇങ്ങനെയുള്ള ദുരിത പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ പരീക്ഷ ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ടാങ്കർ വെള്ളം കൊണ്ടുപോകാൻ കഴിയും. അതല്ലേ പോയിന്റ്. അതായത് വാട്ടർ ടാങ്കുകളിൽ നിങ്ങൾ അറേഞ്ച് ചെയ്ത് തന്നെ വെള്ളം കൊടുക്കാം. പകരം ഞങ്ങളുടെ സംവിധാനം ഉപയോഗിച്ച് എത്രയും പെട്ടെന്ന് ഇതിൽ പകരം സംവിധാനം ഉണ്ടാക്കാം. ഇതിപ്പോ ഞങ്ങൾ അടിച്ച ഗോള് അതായത് പഞ്ചായത്ത് തിരിച്ചടിക്കുക. ഈ ഞങ്ങളുടെ വിഷയമില്ല. പക്ഷെ ഞാൻ ഈ പോയിന്റ് കൂടെ എഴുതാൻ ഞങ്ങൾ സമയം അവസാനിപ്പിക്കില്ല. ഇല്ല ഓൾട്ടർനേറ്റീവ് ബേസിൽ നമുക്ക് വെള്ളം തരണമെന്നുണ്ടെങ്കിൽ ഈ പണി ഇവിടെ പൂർത്തിയാവും. ഈ പണി പൂർത്തിയായ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ എനിക്ക് 1 മണിക്കൂർ വെള്ളം കിട്ടുന്നു പറഞ്ഞോട്ടെ. 1 മണിക്കൂർ വെള്ളം എന്തൊക്കെ ശേഖരിച്ച് വെച്ചിട്ട് 10 ദിവസം അടുത്ത വെള്ളം വരുന്ന ഞാൻ ഒരു 4 കുടുംബത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? അതിനൊന്നും മറുപടി പറയും. സാധാരണ ടാങ്കിൽ വാങ്ങിക്കാൻ പറ്റും. അതൊക്കെ കല്ല് സാധാരണ വാങ്ങിക്കാൻ പറ്റും. ആ റോഡ് പൊളിച്ചിട്ട് 4 വർഷമായി. ആ റോഡ് പൊളിച്ചെടുത്ത് ഇപ്പൊ എന്ത് ഇവര് നടത്തിക്കോട്ടെ. അവർ ചെയ്യുന്ന നല്ല കാര്യം. അതിനൊന്നും ഞാൻ എത്തിക്കണം. പക്ഷെ ഈ 2 പോയിന്റ് എഴുതാൻ അതിനോട് ഇവര് ഉത്തരവാദിത്വം മാറാൻ പറ്റില്ല. ശരി, എത്ര പെട്ടെന്ന് ദിവസം ഇത് പണി പൂർത്തി തിരിച്ചു തരാം. അതുകൂടി പഞ്ചായത്ത് ഇത്തരത്തിലുള്ള സാധനങ്ങൾ ചെയ്തു കൊടുക്കാം. ഇവര് സ്പെഷ്യൽ ഓർഡർ കിട്ടിയാൽ മാത്രമേ ചെയ്യാൻ കഴിയൂ. അത് അവർക്ക് അറിയാം. ഇവർക്ക് അറിയാൻ വെച്ചിട്ടാണ് ഇത് അറിയാതെ ഞങ്ങളുടെ കിട്ടുന്നില്ലല്ലോ. ആ കിട്ടാത്തതാണ് വിഷമം. അപ്പൊ ഇവര് ചെയ്യണം. അത് വേണമെങ്കിൽ സ്പെഷ്യൽ ഓർഡർ വാങ്ങിക്കണം. അത് ഇവർക്കും അറിയാം. ഇവരെ അറിഞ്ഞോണ്ട് ഇനി നിങ്ങൾ പണിയെടുത്ത് എത്ര ദിവസം തീർക്കുന്ന ഒരു മക്കളെ ഞാൻ വിളിക്കാം. ഇത് എത്ര ദിവസം തീർക്കും പരിഹരിക്കാൻ കഴിയും.
പഞ്ചായത്ത് മെമ്പറായിട്ട് വീട്ടിലിരിക്കുമ്പോഴേ 10 പേര് കാണാൻ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പൊ ആരെങ്കിലും രണ്ടുപേരും ഒന്ന് അടുക്കള വഴി വെളിയിൽ ചടക്കുള്ളൂ. കാര്യം വീട് വെച്ച് വെച്ച് കൊടുക്കാൻ പറ്റും, കൊടുക്കാൻ പറ്റും, ഇത് കൊടുക്കാൻ പറ്റും, വെള്ളം കൊടുക്കാൻ പറ്റും, മാനം കൊടുക്കാൻ പറ്റും. ഇതാണ് അവസ്ഥ. ഊട് വഴി വെളിയിൽ തരാണ്. ഇതാണ് അവസ്ഥ. സൊല്യൂഷൻ കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞ എത്ര സ്ഥലത്ത് വെള്ളം പൊട്ടി പോകണം. ഒരു സ്ഥലത്ത് എവിടെയൊക്കെ വിളിച്ചിട്ട് എവിടെ ഒന്നും ശരിയാക്കിയിട്ടില്ല. യഥാർത്ഥം വിളിക്കേണ്ടി സാറേ മഴക്കാലം മഴക്കാലം കൊണ്ട് ഉപയോഗമുള്ളു. കിണറില്ലാത്ത എത്ര ആൾക്കാരുണ്ട്? സ്കൂളുണ്ട്, പിന്നെ മറ്റ് സ്ഥാപനങ്ങളുണ്ട്, പഞ്ചായത്തുണ്ട്, ഏതെല്ലാം സ്ഥാപനങ്ങൾ, കടക്കാർ പഞ്ചായത്ത് എവിടെയെല്ലാം ഉണ്ട്. ഈ സ്ഥാപനം നിങ്ങൾക്ക് ഒരു ദിവസം ഇവിടെ വെള്ളം കിട്ടിയിട്ട് നിങ്ങളുടെ അവസ്ഥ തരായിരിക്കും. നിങ്ങളുടെ ഓഫീസിൽ വർക്ക് ചെയ്ത് ഒരു ദിവസം നിങ്ങളെ കുടിയുള്ള മുട്ടയാണ്, നിങ്ങൾ എന്ത് ചെയ്യും? BS അനൂപ് സമരം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10 ദിവസം മുമ്പാണ് വാട്ടർ അതോറിറ്റിയുടെ ഒരു അറിയിപ്പ് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾക്കും പഞ്ചായത്ത് അംഗങ്ങൾക്ക് ഉൾപ്പെടെയുള്ളവർക്ക് വാട്സപ്പിൽ സന്ദേശമെത്തി. അടുത്തുള്ള 30 ദിവസത്തേക്ക് ചിറയൻകീഴ്, കടക്കാവൂർ, അഞ്ചുതെങ്ങ്, വക്കം എന്നീ പ്രദേശങ്ങളിൽ കുടിവെള്ളം ലഭ്യമാകില്ല. വാട്ടർ അതോറിറ്റിയുടെ അടിയന്തരമായി ഒരു പണി നടത്താനുണ്ട്, അതുകൊണ്ട് കുടിവെള്ളം എത്തില്ല എന്നാണ് ഇവർ അറിയിച്ചത്. സാധാരണ നമ്മുടെ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ തീരദേശ മേഖലയുള്ളവരും മറ്റു ഉയർന്ന പ്രദേശത്ത് താമസിക്കുന്നവരും ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഈ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് വരുന്ന പൈപ്പുകളിൽ നിന്നാണ്. ഇത്തരം പ്രദേശത്തുള്ളവർ വാട്ടർ അതോറിറ്റിയിൽ വരുന്ന കുടിവെള്ള പൈപ്പിലാണ് ഇവർ ആശ്രയിച്ചിരുന്നത്. പക്ഷേ ഇവർ ഇങ്ങനെ ഒരു അറിയിപ്പ് കൊടുത്ത് ഈ 30 ദിവസത്തേക്ക് വെള്ളമില്ലാതെന്ന് പറയുമ്പോൾ പകരം ഈ പാവപ്പെട്ട ആളുകൾക്ക് പകരം സംവിധാനം ഒരുക്കുവാൻ വാട്ടർ അതോറിറ്റിയും പരാജയപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെ ഒരു അറിയിപ്പ് വന്നപ്പോൾ എന്തുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതിയുമായി ഇവർ ചർച്ചയ്ക്ക് തയ്യാറായില്ല? എന്തുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതിയുമായി ഇടപെട്ടുകൊണ്ട് പകരം സംവിധാനം ഇവർ ഒരുക്കാൻ കഴിയാത്തത്? ഇപ്പോൾ 10 ദിവസത്തിൽ ഒരിക്കലാണ് ഒരു അരമണിക്കൂറാണ് വെള്ളം വരുന്നത്. അത് ഉയർന്ന പ്രദേശത്തും തീരദേശ മേഖലയിലും ആ വെള്ളം എത്തുന്നില്ല. എൻ്റെ വീട്ടിൽ ഒരു അരമണിക്കൂർ വന്ന വെള്ളം ആ വീട്ടിലെ മുഴുവൻ സോഴ്സ് ഉപയോഗിച്ച് ശേഖരിച്ച് വെച്ചാലും അടുത്ത 10 ദിവസത്തേക്ക് ഈ വെള്ളം ശേഖരിച്ച് വെക്കാൻ നമുക്ക് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള സമര പരിപാടികളുമായി പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ പാർട്ടിയുടെ നേതാക്കന്മാർ ഇവിടെ സമരത്തിലെത്തിയത്. ഇവിടെ നമ്മൾ വന്ന് പറഞ്ഞ ആവശ്യങ്ങൾ ഇവരോട് പറഞ്ഞപ്പോൾ ഇവർ ഒരു വിധത്തിലും അത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. ജനങ്ങളുടെ ബുദ്ധിമുട്ട് അവർ പറയുന്നത് 10 ദിവസത്തിൽ ഒരിക്കൽ വെള്ളം വരുന്നില്ലേ, പിന്നെ എന്താ പ്രശ്നമെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ചോദിക്കുന്നത്. പാവപ്പെട്ടവർക്ക് 10 ദിവസത്തിൽ ഒരിക്കൽ വന്നാൽ എന്ത് ചെയ്യാൻ കഴിയും? ഒരു 4 അംഗ കുടുംബത്തിൽ 10 ദിവസം വെള്ളം സ്റ്റോർ ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല. ഇപ്പോൾ നമ്മൾ സമരത്തിന്റെ ഭാഗമായിട്ട് ഇവർ നൽകിയ ഒരു മറുപടി, അടിയന്തരമായി ഈ വിഷയത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് കത്തയക്കാം. അതായത് വാട്ടർ അതോറിറ്റി സൗജന്യമായി വെള്ളം കൊടുക്കാൻ തയ്യാറാണ്, പകരം നിങ്ങൾ ഇവിടുന്ന് വാഹനങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഈ പ്രദേശങ്ങളിൽ വെള്ളം കൊണ്ടെത്തിക്കാമെന്നാണ് പറയുന്നത്. ഇത് പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറയുന്നത് പോലെയാണ് പഞ്ചായത്തുകളുടെ അവസ്ഥ. തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്. പഞ്ചായത്തുകളിൽ ഒരാൾ വന്ന് തല ഇറങ്ങി വീണാൽ ഒരാൾക്ക് ചായ വാങ്ങിച്ചു കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് പഞ്ചായത്ത് ഭരണം. അപ്പോൾ അവരെയാണ് ഇത് ഏൽപ്പിക്കാൻ നിന്നാൽ ഇത് എങ്ങനെയാണ് ഈ സാധാരണക്കാർക്ക് വെള്ളം ലഭ്യമാകുന്നത്? 5 തെങ്ങ് പഞ്ചായത്തുണ്ട്. 5 തെങ്ങ് പഞ്ചായത്ത് തനത് ഫണ്ട് എത്രയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, 0 ആയിരിക്കും. അവർക്ക് എങ്ങനെ ഇത് നടപ്പിലാക്കാൻ കഴിയും? അങ്ങനെ പാവങ്ങളെ ബുദ്ധിമുട്ടിക്കാനും ദുരിതത്തിലാക്കാനും വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ ഇവർ എടുക്കുകയാണ്. ഇപ്പോൾ ഇവർ 2 ഉറപ്പ് തന്നിട്ടുണ്ട്. ആ 2 ഉറപ്പുകളുടെ ഭാഗമായി ഞങ്ങൾ ഇന്ന് സമരം അവസാനിക്കുകയാണ്. പക്ഷേ ഈ ഉറപ്പുകൾ ലംഘിക്കപ്പെട്ടാൽ അതിശക്തമായ ബഹുജന പ്രശ്നവുമായി ഞങ്ങൾ ഈ വാട്ടർ അതോറിറ്റിയിലേക്ക് കടന്നു വരും. അതുകൊണ്ട് ഇത് അടിയന്തരമായി ജനങ്ങളുടെ നീറുന്ന പ്രശ്നമാണ്, ഇത് പരിഹാരം കണ്ടേ മതിയാകൂ എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മണ്ഡലം പ്രസിഡന്റുമാരായ അബ്ദുൾ ജബ്ബാർ, സുനിൽ പെരുമാതുറ, മൗനി ശർക്കര, കോൺഗ്രസ് നേതാക്കന്മാരായ പുതുക്കി പ്രസന്നൻ, കൃഷ്ണകുമാർ, ഷാഫി പെരുമാതുറ, അഭിലാഷ്, അശോകൻ പഴഞ്ചിറ, പഞ്ചായത്തംഗങ്ങളായ അൻസിൽ അൻസാരി, സജി, പെരിങ്കുളം അൻസാർ, ജയന്തി കൃഷ്ണ, ബേബി, മനുമോൻ, ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുജിത്ത് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ഭരത് ഭൂഷൺ, ആറ്റിങ്ങൽ.